വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയും കൂദാശ ശുശ്രൂഷയും ഇങ്ങനെ രണ്ട് ശുശ്രൂഷകളാണ് നമ്മളിപ്രാവശ്യം പഠന വിഷയമാക്കുന്നത്. നന്നായിട്ട് ഒരുങ്ങി നമ്മൾ കുർബാനയിൽ സംബന്ധിച്ചാൽ മാത്രമേ അതിൻ്റെ അത് ഫലപ്രദമായി തീരുകയുള്ളൂ. അങ്ങനെ നമുക്ക് കൂദാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം. കാരണം കൂദാശ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ മിശിഹ രഹസ്യത്തിൻ്റെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ്. ആ മിശിഹ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു. മിശിഹായിലൂടെ ദൈവം യാഥാർത്ഥ്യമാക്കുന്ന രക്ഷാകര പദ്ധതി, ആ പദ്ധതിയുടെ രഹസ്യമാണ്. ആ പദ്ധതി നമ്മിൽ പൂർത്തിയാകണമെങ്കിൽ മിശിഹായുടെ ഈ രഹസ്യം, ആഘോഷിക്കുന്ന ഈ രഹസ്യം, അതിൽ നമ്മൾ സജീവമായിട്ട് നല്ല ഒരുക്കത്തോടു കൂടി പങ്കുചേരണം. അതിൻ്റെ ഹൃദയഭാഗമാണ് കൂദാശ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നന്നായിട്ട് ഒരുങ്ങി ആ കൂദാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് നമ്മൾ അതിൽ പങ്കുചേരുവാനായിട്ട്, കൂദാശ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മൾ അത് ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുക്ക ശുശ്രൂഷയിൽ 3 ഒരുക്കങ്ങളാണ് ഒരുക്ക ശുശ്രൂഷയിലുള്ളത്. 1, ബലിവസ്തുക്കൾ ഒരുക്കുക. 2, നമ്മളെ വിശുദ്ധിയിൽ ബലിയർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. 3, വിശ്വാസത്തോടു കൂടി ബലിയർപ്പിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ബലിവസ്തുക്കൾ, വിശുദ്ധി, വിശ്വാസം, ഇങ്ങനെ 3 ഒരുക്കങ്ങളാണ് ഉള്ളത്. ബലിവസ്തുക്കളാണ് ആദ്യം ഒരുക്കുന്നത്. ബലിവസ്തുക്കൾ ഒരുക്കുന്നത് പറയുന്നത് ആദ്യമായിട്ട് രക്തമാണ് ഒഴുക്കപ്പെടുന്നത്. അതായത് വീഞ്ഞ് ഒഴിക്കുമ്പോൾ, കാസായിൽ വീഞ്ഞൊഴിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവ് മിശിഹായുടെ കാസയിൽ അവിടുത്തെ അമൂല്യമായ രക്തം ഒഴിക്കപ്പെടുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നാണ്. അപ്പോൾ രക്തമാണ് ഒഴിക്കപ്പെടുന്നത്. വീഞ്ഞാണ് ഒഴിക്കുന്നതെങ്കിലും രക്തമെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതൊരു പ്രൊഡക്റ്റിക് യൂസേജ് എന്ന് പറയും. അതായത് വരാൻ പോകുന്നതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് പറയുന്ന അതാണ്. അപ്പോൾ ആ വീഞ്ഞല്ല ഒഴിക്കപ്പെടുന്നത്, രക്തമാണ്. മിശിഹായുടെ രക്തമാണ് ഒഴിക്കപ്പെടുന്നത്. അതുപോലെ പീലാസായിൽ അപ്പം ഒരുക്കുമ്പോൾ അവിടെയും പറയുന്നതാണ്, നമ്മുടെ കർത്താവ് മിശിഹായുടെ തിരുശരീരം കൊണ്ട് ഈ പീലാസ റുഷ്മ ചെയ്യപ്പെടുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ്. അപ്പോൾ മിശിഹായുടെ രക്തം കൊണ്ടും മിശിഹായുടെ ശരീരം ഇതാണ് നമ്മൾ അർപ്പിക്കുന്നത്. അല്ലാതെ അപ്പവും വീഞ്ഞും അല്ല അർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീര രക്തങ്ങളാകാനുള്ള ആണ് എന്നതിൻ്റെ ഒരു സൂചനയാണത്. ഇങ്ങനെ നമ്മൾ ഈ ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ നമ്മളെ ഒരുക്കണം. അതിനോടുകൂടി നമ്മളും ബലിവസ്തുക്കളുമായിട്ട് വേണം കുർബാന അർപ്പിക്കുവാനായിട്ട് പോകാൻ. നമ്മുടെ ബലിവസ്തുക്കൾ എന്തായിരിക്കണം? നമ്മുടെ ശരീരവും നമ്മുടെ രക്തവും. അതാണ് ശരീരമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തത് സ്ഥാപിക്കാനായി ഒന്നാമത്തത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് ഈശോ മിശിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മിശിഹായുടെ ശരീരം
എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താ ഈ മിശിഹായുടെ ശരീരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം എന്ന് പറയുന്നത് ഈ ലോക ജീവിതമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് നമ്മൾ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ബലിവസ്തുക്കളൊക്കെ ഇങ്ങനെ അർപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതമാണ്. ഈശോയുടെ ജീവിതമാണ് ഈശോ അർപ്പിച്ചത്. ഈ ലോക ജീവിതം എങ്ങനെയുള്ള ജീവിതം? അനുസരണ ജീവിതം. അതാണ് ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു. അപ്പോൾ മരണത്തോളം ഈശോ ജീവിച്ച ആ അനുസരണ ജീവിതമാണ് ഈശോയുടെ ശരീരമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈശോ മരണത്തോളം അനുസരണമുള്ളതായി ജീവിച്ച ആ ജീവിതമാണ് അവിടെ ശരീരമായിട്ട് അർപ്പിക്കപ്പെടുന്നത്. അതുപോലെ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരവും രക്തവും രണ്ടായിട്ട് അർപ്പിക്കുവാൻ കാരണം എന്താണ്? ശരീരത്തിൽ നിന്നും രക്തം പൂർണ്ണമായി വേർപെട്ട് കഴിയുമ്പോൾ മരണം സംഭവിച്ചു, മരണം നിശ്ചയമാണ്. അതുകൊണ്ട് മരണത്തിലേക്ക് നയിക്കുന്ന എല്ലാ അനുഭവങ്ങളും നമ്മൾ ദൈവഹിതമനുസരിച്ച് സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ രക്തവും റെഡിയായി ഉണ്ടോ. അപ്പോൾ അനുസരണ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് വേണം നമ്മൾ ശരീരം ഒരുക്കാനായിട്ട്. നമുക്കുണ്ടാകണം ശരീരവും രക്തവും. ഈശോയുടെ ശരീരത്തോട് രക്തത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്കും ശരീരവും രക്തങ്ങൾ ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവും? നമ്മൾ 23 മണിക്കൂറുകൾ അനുസരണ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ശരീരം റെഡിയായി. അതുപോലെ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ക്ലേശങ്ങൾ, മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മളെ ഉപദ്രവിക്കുമ്പോഴേക്കുണ്ടാകുന്ന സഹനങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് രക്തവും റെഡിയായി. അപ്പോൾ ഈശോയുടെ ശരീര രക്തങ്ങൾ അർപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഈ ഒരുക്കത്തോടു കൂടി വേണം ഈ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് വരാൻ. നമ്മൾ വെറും കൈയോടെ വരരുത് കുർബാന അർപ്പിക്കുവാനായിട്ട്. നമുക്കും ഉണ്ടാകണം നമ്മുടെ ശരീര രക്തങ്ങളാകുന്ന ആ ബലിവസ്തുക്കൾ നമുക്കും ഉണ്ടാവണം. അതായത് അനുസരണ ജീവിതവും നമ്മുടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന എല്ലാ അനുഭവങ്ങളും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സ്വീകരിക്കുന്ന ഒരു ജീവിതം. അങ്ങനെ അവിടെ ഈ കാർമികൻ പറയും ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കും പറയാൻ സാധിക്കണം, കർത്താവേ എൻ്റെ ശരീരവും കൂടി. ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവേ എൻ്റെ രക്തം കൂടി അവിടുത്തെ ശരീര രക്തങ്ങളോട് ചേർത്ത് അർപ്പിക്കണമേ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതുപോലെ ഒരുങ്ങി നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് സന്നിഹിതരാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ വിശുദ്ധിയാണ്. വിശുദ്ധ കുർബാന എന്നല്ലേ നമ്മൾ പറയുന്നത്, പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മളും പരിശുദ്ധിയോടുകൂടി വേണം ഇതിൽ സംബന്ധിക്കുവാൻ. അതുകൊണ്ടാണ് അവിടെ അയോഗ്യരെ പറഞ്ഞയക്കുന്ന ഒരു കർമ്മമുണ്ട്. അത് പണ്ട് കുർബാനയിൽ നമ്മൾ ചൊല്ലിയിരുന്നതാണ്. ഇപ്പോൾ അത് ചൊല്ലുന്നില്ല. പക്ഷേ എങ്കിലും അത് കുർബാനയിൽ ഇട്ടിട്ടുണ്ട്, അത് ചൊല്ലണമെന്നുള്ളത്. ആരെയൊക്കെയാണ് പറഞ്ഞു വിടേണ്ടത്? മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർ, അവർക്ക് കുർബാന സംബന്ധിക്കാനായിട്ട് അർഹതയില്ല, അതിനർത്ഥമില്ല. കാരണം അവർ വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരല്ല. മാമോദീസയാണ് നമ്മളെ വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. രണ്ടാമത് ജീവൻ്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർ. ജീവൻ്റെ അടയാളം എന്ന് പറയുന്നത് അന്ന് പരസ്യഭാവികൾ ഇങ്ങനെ പള്ളിയുടെ മുൻവശത്ത് വന്ന് പരസ്യമായിട്ട് അവരുടെ പാപങ്ങൾ ഏറ്റു പറയണം, മനസ്തപിക്കണം എന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ അവർക്ക് പാപമോചനം നൽകും. അതാണ് ജീവൻ്റെ അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വീകരിച്ചിട്ടില്ലാത്തവർ അവർക്ക് പുറത്തു പോകാം. അവർക്ക് വചന ശുശ്രൂഷയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അത് കഴിയുമ്പം അവരും പുറത്തു പോകണം. മൂന്നാമത്തത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർ.
കാരണം കുർബാന എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. ഈശോയിൽ നമ്മൾ ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടായ്മയില്ലാത്തവർ, ആ പരപ്രസാദത്തിലല്ലാത്തവർ, അവർക്ക് ഈ കുർബാനയിൽ സംബന്ധിക്കുവാനുള്ള അവകാശമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ അവരെ 3 കൂട്ടരെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മാമോദീസായിൽ കിട്ടിയ ആ വരപ്രസാദത്തിൽ നിലനിൽക്കുന്നവരായിട്ട് മാത്രമേ നമുക്ക് ഈ കുർബാനയിൽ സംബന്ധിക്കാൻ യോഗ്യതയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിൽ വിശുദ്ധിയോടുകൂടി നമ്മൾ കുർബാനയിൽ സംബന്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുൻപുള്ള കൈ കഴുകൽ ശുശ്രൂഷയും ഇതാണ് സൂചിപ്പിക്കുന്നത്. കൈ കഴുകുന്നത് നമ്മൾ നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളയുന്നതിൻ്റെ ഒരു സൂചനയാണത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരുങ്ങി വിശുദ്ധിയോടുകൂടി കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ്. പിന്നീട് ആഘോഷമായ കുർബാനയിൽ ഒരു സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്. അതിപ്പം നമ്മൾ ആഘോഷമായ കുർബാന, അതായത് റാസയിലേ ഉള്ളൂ, അത് സാധാരണ കുർബാനയിലില്ല. എങ്കിലും അതൊരു റൂഹാക്ഷണമാണ്. അതായത് പരിശുദ്ധാരൂപിയെ നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മൾ ക്ഷണിക്കുന്നത് എന്തിനാണ്? ഒന്ന്, ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളാക്കി മാറ്റുവാൻ. മറ്റൊന്ന്, കുർബാനയിൽ സംബന്ധിക്കുന്ന നമ്മളെ പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് ശുദ്ധീകരിക്കുവാനായിട്ട്. റൂഹാദ കുദിശ, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധിയുടെ രൂപി എന്നാണ്. അപ്പോൾ ആ റൂഹാദ കുദിശയാണ്, പരിശുദ്ധാത്മാവാണ് ഈ 2 രൂപാന്തരങ്ങൾ നടത്തുന്നത്. അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായിട്ട് മാറ്റുന്നു, നമ്മുടെ ശരീര രക്തങ്ങളെ വിശുദ്ധീകരിക്കുന്നു, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. ഈ 2 വിശുദ്ധീകരണം നടത്തുവാനായിട്ട് റൂഹായെ ക്ഷണിക്കുന്ന വലിയൊരു ആഘോഷമായ കർമ്മമാണ് ഈ സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ കുർബാനയിൽ നമ്മൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിലും ആഘോഷമായ കുർബാനയിൽ അത് അനുഷ്ഠിക്കുന്നുണ്ട്. അതും ഒരു ഒരുക്കമാണ്. പിന്നെ വലിയ കാഴ്ചവെപ്പ് നടത്തുന്നത് കുരിശ ആകൃതിയിലാണ്. അങ്ങനെ കുരിശിൻ്റെ ആകൃതിയിലാണ് ബലി അർപ്പിക്കുന്നത്. കാരണം നമ്മൾ അവിടെ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഒക്കെയാണ് അവിടെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ അത് അർപ്പിക്കുന്നത്. കുർബാനയുടെ കാഴ്ചവെപ്പിൻ്റെ പ്രാർത്ഥനയിൽ അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ടല്ലോ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മെശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പം കുരിശിൻ്റെ ആകൃതിയിൽ കാഴ്ചവെക്കുന്നത് ഇതിൻ്റെ ഒരു സൂചനയാണ്. ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഈശോയുടെ കബറടക്കത്തെ സൂചിപ്പിക്കുവാനാണ് ആ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് ശോശപ്പ കൊണ്ട് മൂടുന്നത്. പിന്നീട് ആ ശോശപ്പ നിവർത്തുന്നത് ഉത്ഥാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം ആ രീതിയിൽ ഈ അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീര രക്തങ്ങൾ അർപ്പിക്കുകയാണ്. ആരാണിത് സ്വീകരിക്കുന്നത്? മിശിഹ തന്നെയാണ് സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെ പറയുന്നു, മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആരാണ് അർപ്പിക്കുന്നത്? മിശിഹായാണ് അർപ്പിക്കുന്നത്. ആരാണ് സ്വീകരിക്കുന്നത്? മിശിഹ തന്നെയാണ് സ്വീകരിക്കുന്നത്. മിശിഹ മനുഷ്യനെന്ന നിലയിൽ, ദൈവ മനുഷ്യൻ എന്ന നിലയിൽ അർപ്പിക്കുന്നു. മനുഷ്യ ദൈവം എന്ന നിലയിൽ മിശിഹ സ്വീകരിക്കുന്നു. അപ്പോൾ അർപ്പിക്കുന്നതും സ്വീകരിക്കുന്നതും ദൈവം തന്നെയാണ്. ഈശോ മിശിഹായിലൂടെ ദൈവം തന്നെയാണ് എന്നത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതേ തുടർന്നൊരു ഓനീസാദ് റാസെ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ കുർബാനയിലും ചൊല്ലുന്നതാണ്. അത്
വിശുദ്ധരുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും നമ്മൾ അനുസ്മരിക്കുകയാണ്. നമ്മൾ ഒറ്റപ്പെട്ടല്ല ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, ആ സകല വിശുദ്ധരുടെയും കൂട്ടായ്മയിലാണ്. അപ്പം സ്വർഗത്തിലും ഭൂമിയിലും ശുദ്ധീകരണ സ്ഥലത്തിലുമുള്ള 3 സ്ഥലങ്ങളിലാണ് വിശുദ്ധരുടെ കൂട്ടായ്മ, അല്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ, വിജയസഭ, സമരസഭ, സഹനസഭ. ഈ 3 കൂട്ടായ്മകളിലുമുള്ള എല്ലാ വിശുദ്ധരെയും നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ സൂചന. പിന്നീട് മൂന്നാമത്തെ ഒരുക്കം വിശ്വാസമാണ്. അതായത് വിശ്വാസ പ്രഖ്യാപനം വരുന്നുണ്ട് നമ്മൾ കൂദാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വിശ്വാസം നവീകരിച്ചുകൊണ്ട് വേണം കുർബാന അർപ്പിക്കുവാൻ. യഥാർത്ഥമായ വിശ്വാസത്തോടും പൂർണ്ണമായ സ്നേഹത്തോടും കൂടിയാണ് നമ്മൾ കുർബാന അർപ്പിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ. വിശ്വാസ പ്രഖ്യാപനം നമുക്കറിയാവുന്നതുപോലെ നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ്. നമുക്കറിയാം, നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന 2 സുനഹദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ട വിശ്വാസ പ്രമാണമാണത്. നിഖ്യ സുനഹദോസ് നടന്നത് AD 325 കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസ് നടന്നത് AD 381 ഇത് രണ്ടും കൂടി ക്രോഡീകരിക്കപ്പെട്ടു. ഇത് എല്ലാ സഭകളും സ്വീകരിക്കുന്ന വിശ്വാസ പ്രമാണമാണ്. കത്തോലിക്കാ സഭ മാത്രമല്ല, അകത്തോലിക്കാ സഭകളും സ്വീകരിക്കുന്ന വിശ്വാസ പ്രമാണമാണ്. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ആണ്? വിശ്വാസം എന്ന് പറയുന്നതിന് പല രൂപങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അതായത് ദൈവത്തെ വിശ്വസിക്കുക, അതൊരു വിശ്വാസമാണ്. പിന്നെ വേറൊന്ന്, ഈശോ മനുഷ്യനും ദൈവവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ബിലീവ് ദാറ്റ് ഹീ ഈസ് സോ ആൻഡ് സോ. അത് വേറൊരു വിശ്വാസമാണ്, അത് ബോധ്യങ്ങളുടെ വിശ്വാസമാണ്. പിന്നെ മൂന്നാമതൊരു വിശ്വാസമുണ്ട്, ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൽ, ടു ബിലീവ് ഇൻ ഗോഡ്. അവിടെ നമുക്കറിയാം, വിശ്വാസ പ്രമാണത്തിൽ 4 ഇല്ലുകളുണ്ട്. 4 ഇല്ലുകൾ ഏതൊക്കെയാണ്? സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമത് പറയുന്നത്, ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. 2-ാം ആളായ പുത്രൻ തമ്പുരാനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ഇല്ല്, പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. 4-ാമത്തെ ഇല്ല്, സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ആളുമായിട്ട് സ്നേഹത്തിൻ്റെതായ ഒരു പ്രതിബദ്ധത ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സഭയോടും സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം നമ്മൾ. ആ പ്രതിബദ്ധതയെ നവീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ബലിയർപ്പിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്. അതാണ്. പിന്നെ 3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. മാമോദീസ, ഉയിർപ്പ്, നിത്യായുസ്. അത് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണത്. ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഈ അന്ത്യാത്മക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പം ആ രീതിയിൽ ഒരു വിശ്വാസത്തിൻ്റെ പ്രതിബദ്ധതയോടുകൂടി, ഈ സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയോടുകൂടി വേണം നമ്മൾ ബലിയർപ്പിക്കാൻ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരുക്ക ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബലിവസ്തുക്കൾ ഒരുക്കി കൊണ്ടുപോകണം, വിശുദ്ധിയോടുകൂടി ബലിയർപ്പിക്കണം, വിശ്വാസത്തോടുകൂടി ബലിയർപ്പിക്കണം.
ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. കൂദാശ ശുശ്രൂഷ. കൂദാശ ശുശ്രൂഷ നമുക്കറിയാം, അത് ഈ മിശിഹായുടെ ശരീര രക്തരഹസ്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ മിശിഹ രഹസ്യത്തിൻ്റെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ കുർബാനയുടെ ഹൃദയഭാഗമാണത്. ഇത് നടക്കുമ്പോൾ ഈ രഹസ്യത്തിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? നമ്മളത് അനുസ്മരിക്കുന്നു, അനുഷ്ഠിക്കുന്നു, ആഘോഷിക്കുന്നു. നമ്മളിത് അനുസ്മരിക്കുമ്പോൾ ദൈവവും ആ കൂടെ അത് അനുസ്മരിക്കുകയാണ്. പിതാവായ ദൈവം അനുസ്മരിക്കുകയാണ്. ദൈവമോ അനുസ്മരിച്ചാൽ എന്താണ് പ്രയോജനം? ഈ രഹസ്യത്തിൻ്റെ ഈ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് ലഭ്യമാവും. ഈശോയുടെ ഈ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മളിത് ഓർക്കണം എന്ന് ഈശോ കൽപ്പിച്ചായിരുന്നില്ലേ? എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, അപ്പോൾ ദൈവവും ഓർക്കാനിടയാവും. നമ്മൾ ഓർക്കണം, ദൈവവും ഓർക്കും. ദൈവം ഓർത്താൽ അതിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് കിട്ടും. ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാമല്ലോ. ദൈവം പാപങ്ങൾ ഓർക്കുകയില്ല, പുണ്യങ്ങളെ ഓർക്കുകയുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അതാണ് പാപങ്ങൾ. സങ്കീർത്തകൻ പറയുന്നില്ലേ, നീ പാപങ്ങൾ ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാകും? അതുകൊണ്ട് ദൈവം പാപങ്ങൾ ഓർക്കുകയില്ല, പാപങ്ങൾ ക്ഷമിക്കും, അത് മറക്കും. പക്ഷേ പുണ്യങ്ങൾ ഓർക്കും. അതിൻ്റെ ഏറ്റവും വലിയ പുണ്യമാണല്ലോ ഈശോയുടെ ബലിയർപ്പണം, ആ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി. അത് പിതാവ് ഓർക്കുമ്പോൾ, ദൈവം ഓർക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മൾ ആ രഹസ്യത്തോടെ ഉൾച്ചേരണം. അതാണ് ഈ അനുസ്മരിക്കുക, അനുഷ്ഠിക്കുക, ആഘോഷിക്കുക എന്ന് പറയുന്നത്. ഈ കൂദാശ ഭാഗത്തെ മറ്റൊരു വിധത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്, അനാഫറ എന്ന് പറയും. അനാഫറ എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്ന് പറയും. കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന അത് ഈ കുർബാനയുടെ പൊതുവായിട്ടുള്ള ഒരു വിശേഷണം കൂടിയാണ്. യൂക്കറിസ്റ്റിക് പ്രെയർ. യൂക്കറിസ്റ്റിക് പ്രെയർ, യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ് എന്നാണ്, നന്ദി പ്രകാശനമാണ്, കൃതജ്ഞതാ സ്തോത്രമാണ്. കാരണം എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? ഈശോയുടെ ജീവിതം ഒരു നന്ദി പ്രകാശനമായിരുന്നു. ഈശോയുടെ ജീവിതം തന്നെ ഒരു നന്ദി പ്രകാശനമായിരുന്നു. എന്താണ്? ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിന് ഈശോ കൊടുത്ത ഒരു പ്രത്യുത്തരമാണ് തൻ്റെ ജീവിതം. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു നന്ദി പ്രകാശനമായി തീരണം. കാരണം ഈശോയുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഈ സുവിശേഷങ്ങളിൽ ഈശോയുടെ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം നന്ദിയുടെ പ്രാർത്ഥനകളാണ്. ഉദാഹരണത്തിന് 72 ശിഷ്യന്മാർ വന്ന് അവർ നന്നായിട്ട് സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ഈശോ പിതാവിനെ നന്ദി പറയുകയാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിനക്ക് ഞാൻ നന്ദി പറയുന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് നീ ഇത് വെളിപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറയുകയാണ്. അതുപോലെ ലാസറിനെ ഉയർപ്പിക്കാൻ ചെന്നപ്പോൾ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ശവകുടീരം തുറന്നു കഴിഞ്ഞപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-42 വാക്യങ്ങളാണ്. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പിതാവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് എപ്പോഴും സ്തുതിയും കൃതജ്ഞതയുമാണ്. പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്. ഞാനൊരിക്കൽ നമ്മുടെ കുർബാനയിൽ ഈ പ്രൈസ് എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്നുള്ളതൊന്ന് എണ്ണാൻ നോക്കി. ഏകദേശം 60 പ്രാവശ്യത്തോളം ഞാൻ എണ്ണി. സ്തുതി എന്ന വാക്ക് ഉണ്ടോ? അപ്പോൾ ഈ നമ്മുടെ കുർബാനയിൽ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു കൃതജ്ഞതാ സ്തോത്രമായി മാറണം. ഈശോയുടെ ജീവിതം അങ്ങനെയായിരുന്നല്ലോ.
ആ ജീവിതമാണല്ലോ ബലി അർപ്പിക്കപ്പെടുന്നത്. ആ കൂടെ നമ്മുടെ ജീവിതവും ആ ബലിയായിട്ട് ഈശോയോട് ബലിയോട് ചേർത്ത് അർപ്പിക്കുമ്പോൾ നമ്മുടെ ആ അർപ്പണം ഒരു കൃതജ്ഞതാ സ്തോത്രമായി മാറും. ഇങ്ങനെ 4 കൃതജ്ഞതാ സ്തോത്രങ്ങളാണ്, അതായത് പ്രണാമ ജപമെന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് പ്രണാമജപ വൃത്തം എന്ന് പറയും. 4 പ്രണാമജപ വൃത്തങ്ങളാണ് നമ്മുടെ കുർബാനയിലുള്ളത്. അത് ഒന്ന് യാചനാ പ്രാർത്ഥന, സുറിയാനിയിലെ കൂശാപ്പ എന്ന് പറയും, യാചനാ പ്രാർത്ഥന. പിന്നീട് പ്രാർത്ഥന അഭ്യർത്ഥന, ഈ സമൂഹത്തോട് ഈ കാർമികൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ. എന്തിനാ? സമൂഹവും കാർമികനുമായിട്ടുള്ള ഐക്യം അത് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ പ്രണാമജപം എന്ന് പറയുന്നത് എപ്പോഴും കൃതജ്ഞതാ പ്രാർത്ഥനകളാണ്. 4 പ്രണാമജപങ്ങളാണ് നമ്മുടെ കുർബാനയിലുള്ളത്. ഒന്നാമത്തത് ഈശോയുടെ ശരീര രക്തങ്ങൾ ആകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷരാക്കിയതിന് നന്ദി പറയുകയാണ്. അതായത് ഈ ശുശ്രൂഷ മിശിഹായുടെ ശരീര രക്തങ്ങളുടെ ശുശ്രൂഷയാണ്. അതിന് എന്നെ യോഗ്യനാക്കിയല്ലോ. നമ്മളെ എല്ലാവരെയും, കാർമികനും സമൂഹവും ഒന്നായി നിന്നുകൊണ്ട് നന്ദി പറയുകയാണ്. ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കി എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രണാമജപം സൃഷ്ടികർമ്മം മുതൽ മനുഷ്യവംശത്തോട് ത്രിത്വൈക ദൈവം കാണിച്ച കൃപയെ അനുസ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അതായത് നമ്മുടെ രക്ഷാകര പ്രവർത്തനം ആരംഭിച്ചത് സൃഷ്ടികർമ്മത്തിലാണ്. ഈ സൃഷ്ടികർമ്മം തന്നെ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ പാപം ചെയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു. അവനെ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ആ സൃഷ്ടികർമ്മം നടത്തിയത്. അപ്പോൾ ഈ സൃഷ്ടിയെല്ലാം മനുഷ്യന് വേണ്ടിയാണ് ദൈവം നിർവഹിച്ചത്. മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം. ആ മനുഷ്യന് വേണ്ടിയിട്ട് ഈ മനോഹരമായ പ്രപഞ്ചത്തെ എല്ലാം ദൈവം സൃഷ്ടിച്ചു. അതെല്ലാം അനുസ്മരിച്ച് ആ രക്ഷാകര പദ്ധതി ദൈവം ആവിഷ്കരിച്ചതിന് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് രണ്ടാമത്തെ പ്രണാമജപത്തിൽ പ്രത്യേകമായിട്ട്. അതായത് പഴയ നിയമത്തിൽ ആരംഭിച്ചതും പുതിയ നിയമത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതുമായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അനുസ്മരിച്ച് ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ഓശാന പാടുന്നത്. ആ ഓശാന ഗീതം നമ്മൾ ഈ രക്ഷാകര പദ്ധതിയെ അനുസ്മരിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഭാഗമാണ് രണ്ടാമത്തെ പ്രണാമജപം. മൂന്നാമത്തെ പ്രണാമജപം ഈശോയുടെ മനുഷ്യാവതാരം, ജനനം, പീഡാനുഭവം, മരണം, ഉത്ഥാനമെല്ലാം അനുസ്മരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആ മരണത്തിൽ പൂർത്തിയാകുന്ന ഈശോയുടെ ഈ രക്ഷാകര പ്രവർത്തനത്തെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ആ മൂന്നാമത്തെ പ്രണാമജപത്തിൻ്റെ മധ്യത്തിലാണ് സ്ഥാപനവാക്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം, അതുപോലെ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായുടെ ശരീര രക്തരഹസ്യങ്ങൾ അവിടെ അനുസ്മരിക്കുന്നു, അനുഷ്ഠിക്കുന്നു, ആഘോഷിക്കുന്നു. അതിനുശേഷം പിന്നീട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെയും നാലാമത്തെയും പ്രണാമജപങ്ങൾക്ക് മധ്യേ ഒരു മധ്യസ്ഥ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അത് മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ ശരിയായ പേര് പറയുകയാണെങ്കിൽ അത് കൂട്ടായ്മ പ്രാർത്ഥനയാണ്. നമുക്ക് ഇന്ന് ആളുകൾക്ക് വേണ്ടി, അല്ലെ, മാർപ്പാപ്പ മുതൽ ഇന്ന് മാമോദീസ സ്വീകരിച്ച വ്യക്തി വരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഒരു പ്രകാശനമാണ്. നമ്മൾ ഒറ്റപ്പെട്ട ഒരു ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്, ഈ സഭാ കൂട്ടായ്മയിലുള്ള ജീവിതമാണ്. ആ കൂട്ടായ്മയുടെ പ്രകാശനം കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. വേണ്ടിയും 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 എന്നൊക്കെയാണ് നമ്മൾ പറയുന്നില്ലേ. മാർപ്പാപ്പായ്ക്ക് വേണ്ടി, നമ്മുടെ സഭയുടെ തലവന് വേണ്ടി, മെത്രാന് വേണ്ടി, മറ്റ് പിന്നെയുള്ള സഭാംഗങ്ങൾക്ക് എല്ലാം ഓരോരുത്തർക്കും വേണ്ടി, ജീവിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവരോടെല്ലാവരോടും കൂട്ടായ്മയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്.
അപ്പം നമ്മുടെ ഈ വിശുദ്ധരുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും, മാർപ്പാപ്പ മുതൽ ഇന്ന് മാമോദീസ സ്വീകരിച്ചവർ വരെ എല്ലാവരെയും, വിജയസഭയിലും സഹനസഭയിലും പെട്ടവരെയും എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. പിന്നീട് 4-ാം പ്രണാമ ജപം മിശിഹായുടെ ശരീരരക്തങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അവസാനമാണ് റൂഹാക്ഷണം. അപ്പോൾ ഈ 4-ാം പ്രണാമ ജപത്തിൻ്റെ അവസാനത്തിൽ റൂഹാക്ഷണം വരുന്നു. ഈ കൂദാശ വാക്യങ്ങൾ വരുന്ന ഈ 3-ാം ഗഹാന്ത പ്രാർത്ഥനയും പിന്നെ 4-ാം ഗഹാന്ത പ്രാർത്ഥനയ്ക്ക്, അതായത് പ്രണാമ ജപത്തിൻ്റെ അവസാനം വരുന്ന റൂഹാക്ഷണവും ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും പ്രത്യേകമായിട്ട് അനുസ്മരിപ്പിക്കുന്നതാണ്. നമ്മൾ അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു. കൂദാശാവാക്യങ്ങൾ മരണത്തെയാണ് അനുസ്മരിക്കുന്നത്. കൂദാശാവാക്യങ്ങൾ റൂഹാക്ഷണം ഉത്ഥാനത്തെ അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു. അപ്പോൾ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും പ്രത്യേകമായിട്ട് അനുസ്മരിക്കപ്പെടുന്നു. 4-ാം ഗഹാന്ത പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത, അവിടെ നമ്മൾ ഇത് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം 4-ാമത്തത് വിശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 1-ാമത്തത് ഈശോയുടെ ശരീര രക്തങ്ങളെ ഓർമ്മിച്ചു, 2-ാമത്തത് സൃഷ്ടികർമ്മം മുതലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ അനുസ്മരിച്ചു, 3-ാമത്തത് ഈശോയുടെ മരണത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിച്ചു, റൂഹാക്ഷണം 4-ാമത്തത് ഈശോയുടെ അതിൻ്റെ അവസാന റൂഹാക്ഷണത്തിൽ വരുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. അങ്ങനെ ഈ റൂഹാക്ഷണവും ഉത്ഥാനവും കൂടി വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം എന്താണ്? പരിശുദ്ധാരൂപിയാണ് ഈശോയെ ഉത്ഥാനത്തിലേക്ക് മഹത്വീകരിക്കുവാൻ കാരണമായി തീർന്ന പരിശുദ്ധാത്മാവാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം, ഈശോയെ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് ഉയർത്തിയ ആ ആത്മാവ് തന്നെ നമുക്ക് ഉത്ഥാനം നൽകും, ഉയർപ്പ് നൽകും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ ഉത്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി, രൂപിയാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റൂഹാക്ഷണം ആ രീതിയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഈ റൂഹാക്ഷണം കൊണ്ട് ആ കൂദാശ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായിട്ട് മാറുന്നത് എപ്പോഴാണ് എന്നൊരു പ്രിയോക്കുപ്പേഷൻ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രിയോക്കുപ്പേഷൻ്റെ ആവശ്യമില്ല. ഇത് അനാഫറൽ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. ഈ അനാഫറ മുഴുവനും കൂദാശ പ്രവർത്തനമാണ്. അതായത് അതിൻ്റെ കൾമിനേഷനാണ് ഈ റൂഹാക്ഷണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക മോമെൻ്റ് നമുക്കവിടെ പറയാതെ ഈ കോൺസെൻട്രേഷൻ, അതായത് ഈശോയുടെ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായിട്ട് മാറുന്ന ആ പ്രക്രിയ ഒരു നീണ്ട പ്രക്രിയയാണ്. അനാഫറ മുഴുവനും ആ ഒരു പ്രക്രിയയാണ്. അനാഫറൽ കോൺസെൻട്രേഷൻ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് ഈ റൂഹാക്ഷണത്തിലൂടെയാണ്. പക്ഷേ ഈ റൂഹാക്ഷണത്തിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡബിൾ എപ്പിക്ലേസിസ്, 2 എപ്പിക്ലേസിസ് ഉണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഒന്ന്, ഈശോ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളാക്കി മാറ്റുന്ന ആ പ്രക്രിയ. രണ്ടാമത്തത് എന്താണ്? നമ്മൾ ഈ കുർബാനയിൽ സംബന്ധിക്കുന്ന നമ്മളെ പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ വിശുദ്ധീകരിക്കുന്ന റൂഹാക്ഷണം ഉണ്ടോ? ഇത് രണ്ടും പരിശുദ്ധാത്മാവാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഈശോയുടെ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായി മാറുന്നതോടൊപ്പം
അതിൽ സംബന്ധിക്കുന്ന ഈ മിശിഹാ രഹസ്യത്തോട് ഉൾച്ചേരുന്നു നമ്മളെ സമൂഹത്തെ മുഴുവനും വിശുദ്ധിയിൽ പങ്കുചേർക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ വിശുദ്ധരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ റൂഹാക്ഷണത്തിന് നമ്മുടെ വിശുദ്ധീകരണത്തിൽ സംഭവിക്കുന്നത് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ട്. രണ്ടാമത്തെ റൂഹാക്ഷണ പ്രാർത്ഥന കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഉണ്ടോ? അപ്പോൾ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളാക്കി മാറ്റുക മാത്രമല്ല, അതോടൊപ്പം ഈശോയോട് ഒന്നിച്ച് ബലിയർപ്പിച്ച് ഈ സമൂഹത്തെ മുഴുവനും വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു ഡബിൾ കോൺസെൻട്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അപ്പവും വീഞ്ഞും ശരീര രക്തങ്ങളാക്കി മാറ്റുന്ന കോൺസെൻട്രേഷൻ, പാപികളായ മനുഷ്യരെ നമ്മളെ പരിശുദ്ധരാക്കി മാറ്റുന്ന ആ കോൺസെൻട്രേഷൻ. ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട് കുർബാനയിൽ എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിൻ്റെ അവസാനത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്, അല്ലേ? സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന് പറഞ്ഞാണ് ആ അനാഫ്ര അവസാനിപ്പിക്കുന്നത്. അവസാനത്തെ ഒരു സ്തുതി കീർത്തനമാണ്. അതിന് ഡോക്സോളജി എന്ന് പറയും. ഡോക്സോളജി ഇംഗ്ലീഷിൽ സ്തുതി കീർത്തനം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഈ അനാഫ്രയുടെ അവസാനത്തിൽ വെച്ച് ഈ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന അങ്ങനെ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ രീതിയിൽ കുർബാനയിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല ഒരുക്കത്തോടു കൂടി പങ്കുചേരുക. പിന്നെ ആ കൃതജ്ഞതാ സ്തോത്രം നമ്മുടെ ജീവിതം മുഴുവൻ ഈശോയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒരു കൃതജ്ഞതാ സ്തോത്രമാക്കി മാറത്തക്ക വിധത്തിൽ ആ രീതിയിൽ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണിത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.